മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ധന്യമായ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്ത വാർത്ത തന്നെയാണ്. വിണ്ണിൽ വിശ്വവിജയം എന്ന പേരിൽ ഗംഭീരമായിട്ട് മാതൃഭൂമി നൽകിയ വാർത്ത. ശരിക്ക് ISROയുടെ ഈ അനന്യമായ നേട്ടം നമ്മുടെ ബഹിരാകാശ ശാസ്ത്ര സമൂഹത്തിനും രാജ്യത്തിനും അഭിമാനം പകരുന്ന മറ്റൊരു മുഹൂർത്തമാണ്. ഇന്ത്യ നമ്മുടെ ശാസ്ത്രജ്ഞരെ അഭിവാദ്യം ചെയ്യുന്നു. പ്രധാനമന്ത്രി എഴുതിയ വരികളാണ്. ആകെ ഉപഗ്രഹങ്ങൾ 104. ഏറ്റവും വലുത് ഇന്ത്യയുടെ കാർട്ടോസാറ്റ് 2D ഉപഗ്രഹം. ഇന്ത്യ വിക്ഷേപിച്ചത് 3. മറ്റ് രാജ്യങ്ങൾ US, ഇസ്രായേൽ, കസാക്കിസ്ഥാൻ, നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, UAEയുടെ എല്ലാം കൂടി ചേർത്ത് 101 ഉപഗ്രഹങ്ങൾ. അതിൽ US-ൻ്റേത് 96 എണ്ണം, 2 സ്വകാര്യ കമ്പനികളുടേതാണ്. ഉപഗ്രഹങ്ങളുടെ മൊത്തം ഭാരം 1378 കിലോഗ്രാമുകളാണ്. വിണ്ണിലെ സെഞ്ചുറി തിളക്കവുമായി ഇന്ത്യയുടെ അഭിമാന വിക്ഷേപണ വാഹനം PSLV C-37 ഒറ്റയടിക്ക് 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ചു. ഒരു റോക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ എത്തിച്ചതിൻ്റെ ചരിത്ര നേട്ടം ഇനി ഇന്ത്യക്ക് സ്വന്തം. റഷ്യയെയാണ് ഇന്ത്യ പിന്നിലാക്കിയത്. ഇന്ത്യയുടെ 3, 6 വിദേശ രാജ്യങ്ങളുടെ 101 ഉപഗ്രഹങ്ങളാണ് ISRO വിക്ഷേപിച്ചത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ബുധനാഴ്ച രാവിലെ 9:28 വിക്ഷേപണം നടന്നു. 32ാമത്തെ മിനിറ്റിൽ എല്ലാ ഉപഗ്രഹങ്ങളും 505 കിലോമീറ്റർ അകലെ ഭ്രമണപഥത്തിലെത്തി. ഇന്ത്യയുടെ കാർട്ടോസാറ്റ് 2D ആണ് പ്രധാന ഉപഗ്രഹം. തീരപ്രദേശങ്ങൾ, റോഡ് ശൃംഖല, ജലവിധാനം തുടങ്ങിയ നിരീക്ഷണത്തിനും സൈനിക ആവശ്യത്തിനുമാണ് ഇത്. 714 കിലോഗ്രാമാണ് ഭാരം. ഇതുകൂടാതെ INS-1, INS-1B എന്നീ ഉപഗ്രഹങ്ങളുമുണ്ട്. 10 വർഷം കൊണ്ട് 226 ഉപഗ്രഹങ്ങൾ ഭാരതം വിക്ഷേപിച്ചു എന്ന് മാത്രമല്ല, ISROയ്ക്ക് സുവർണകാലം, വരുന്നത് ചരിത്ര പദ്ധതികൾ എന്ന ടൈറ്റിലും കൂടി ചേർത്ത് ഗംഭീരമായിട്ടുള്ളൊരു വാർത്ത. ഭാരതം എത്ര ധന്യമായിട്ട് സ്പേസ് ഉപയോഗിക്കുന്നു എന്നുള്ളതിന് പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ നിന്ന് അബ്ദുൽ കലാം വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ശരിക്ക് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈല് പോലെയുള്ള മിസൈല് വിക്ഷേപിക്കേണ്ടായി. അത് കരയിൽ നിന്ന് ഒരെണ്ണം വിക്ഷേപിച്ചു. മറ്റൊരെണ്ണം 10,500 കിലോമീറ്റർ അപ്പുറത്ത് കപ്പലിൽ നിന്ന് വിക്ഷേപിച്ചു. അപ്പോൾ പുറത്തു നിന്ന് ഭാരതത്തിലേക്ക് ഒരു മിസൈല് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആ മിസൈലിനെ എങ്ങനെ തടയാൻ സാധിക്കുമെന്ന് കാണിക്കുന്നതിനുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു. ആ മിസൈലിനെ, ഇന്ത്യയിൽ നിന്ന് വിട്ട മിസൈല് അടിച്ച് തെറിപ്പിച്ച് അത് കത്തി ഭസ്മമാകുന്നൊരു കാഴ്ച. അതും TV-യിലും കാണുകയുണ്ടായി. ഭാരതത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള നേട്ടങ്ങളുടെ പരമ്പര ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു ചെറിയ വളരെ വലിയൊരു വാർത്ത. അമേരിക്കയുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന 7th ഫ്ലീറ്റ് യുദ്ധക്കപ്പല്, അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ശൃംഖലയാണത് 7th ഫ്ലീറ്റ്. അതിപ്പോൾ ഉള്ളത് ഇന്ത്യൻ ഓഷ്യനിലാണ്. ആ ഇന്ത്യൻ ഓഷ്യനിലുള്ള 7th ഫ്ലീറ്റ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെല്ലാം പൂർണ്ണമായിട്ട് മെയിൻ്റനൻസ് നടത്താനുള്ള കോൺട്രാക്റ്റ്
15,000 കോടി രൂപയുടെ കോൺട്രാക്ട് ഭാരതത്തിലെ പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള റിലയൻസിനാണ് ലഭിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ യുദ്ധക്കപ്പലുകൾ കാണാൻ പോലും വിദേശ രാജ്യങ്ങളെ അനുവദിക്കാറില്ല. അകത്ത് കയറി ഫോട്ടോ എടുക്കാൻ പോലും അനുവദിക്കാറില്ല. പുറത്തുള്ള ഒരു വ്യക്തിയെയും അതിനകത്ത് സോൾജറായിട്ടോ സെയിലറായിട്ടോ ഉത്തരവാദിയായിട്ടോ അപ്പോയിന്റ് ചെയ്യാറില്ല. അമേരിക്കയിൽ ജനിച്ചു വളർന്ന അമേരിക്കൻ പൗരനല്ലാതെ ജനറലി നേവിയിൽ അവർക്ക് റോളില്ല. പുറത്തു നിന്ന് വന്ന അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തവർക്ക് മിലിറ്ററിയിൽ കയറാൻ സാധിക്കില്ല. അങ്ങനെയെല്ലാമുള്ള കണ്ടീഷനുള്ള അമേരിക്കയിലെ ഡിഫൻസ് സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ 7th ഫ്ലീറ്റ് എന്ന യുദ്ധക്കപ്പൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള 15,000 കോടി രൂപയുടെ ടോട്ടൽ കോൺട്രാക്ട് ഇന്ത്യൻ കമ്പനിയായ റിലയൻസിന്, ഇത് പ്രൈവറ്റ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള നേട്ടം ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഏത് മിസൈൽ വന്നാലും അകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി അതിനെ തകർക്കാൻ സാധിക്കുമെന്ന വലിയ നേട്ടം, 104 ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് വിക്ഷേപിച്ചു എന്ന വിശ്വവിജയം, അതുപോലെ തന്നെ വളരെ ഹീറ്റ് സെൻസർ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന ബോർഡറിൽ ഏതെങ്കിലും പട്ടാളക്കാരൻ ഇന്ത്യയെ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡി ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് തന്നെത്താനെ ഫയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഈ ഹീറ്റ് സെൻസർ ഉപയോഗിച്ച് ശത്രുവിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഹാൻഡ് സെറ്റുകൾ, ഇതെല്ലാം ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ, ഇന്നിപ്പോ ബുധനാഴ്ച വ്യാഴാഴ്ച എന്ന് വിചാരിക്കുക, ഈ ആഴ്ചയിൽ സംഭവിച്ച വൻ വിജയങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വളർച്ചയും ഉയർച്ചയും അതിൻ്റെ ഉണർവുമെല്ലാം എത്ര ഉജ്ജ്വലമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നൊരു കാഴ്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭാരതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണത്. JNUവിലെ ഒരു നിവേദിത മേനോനെ പോലെ ഇടതുപക്ഷവും കമ്മ്യൂണിസവും തലയ്ക്ക് കയറിയ ആ മലയാളി സ്ത്രീയുടെ തലയിൽ വന്നത് ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമല്ല, അവിടുത്തെ പട്ടാളക്കാര് ഇന്ത്യ ഗവൺമെന്റിന്റെ കൂലിക്ക് വേണ്ടിയാണ് അവര് പട്ടാള ദൗത്യം നിർവഹിക്കുന്നത് എന്ന് പറയുന്ന നികൃഷ്ട ജീവികള്, ബുദ്ധിജീവികള്, അവരെ പോലെയുള്ള മസ്തിഷ്കമുള്ളവരൊഴികെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ഫ്രീഡം ഓഫ് പ്രസിന്റെയും പേരിൽ യാദവ്പൂരിലെ വിശ്വനാരായൺ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഭാരതത്തെ അവഹേളിച്ച ഭാരതീയരായ ഇതേപോലെയുള്ള നിവേദിത മേനോനെ പോലെയുള്ള സ്ത്രീകളോ പുരുഷന്മാരോ അവരുടെ മസ്തിഷ്കത്തിൽ ഒഴികെ ബാക്കി ഭാരതീയരായ 127 കോടി ജനതയ്ക്കും അഭിമാനാർഹമാം വിധത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി ഞാനൊരു ഭാരതീയനാണ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഇപ്പോൾ ഭാരതത്തിലെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയ മാറ്റത്തിൻ്റെ, ഭാരതം ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിൽപ്പെടുന്ന ലെവലിലേക്ക് ഉയരുന്നതിൽ നമുക്ക് ഒരുമിച്ച് അഭിമാനിക്കാം. ഇന്നത്തെ വാർത്ത ഇന്നലത്തെ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഭാരതത്തെ ഭരിക്കുന്ന ഉയർന്ന വ്യക്തിയുടെ അഭിപ്രായം ഉൾപ്പെടെ ആത്മാഭിമാനത്തോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം ഒരു അവികസിത രാഷ്ട്രമല്ല, അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രമാണ് എന്നുള്ള വാക്കുകളെല്ലാം മാറ്റി വികസിത രാഷ്ട്രമാണെന്നും ഇന്ന് ഇംഗ്ലണ്ടിനേക്കാളും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വികസിത രാഷ്ട്രമാണെന്നും ലോകത്തെ അറിയിക്കാൻ ലഭിക്കുന്ന ഓരോ മിനിറ്റും നമ്മൾ
ധന്യമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിനു ചുറ്റുമുള്ള രാജ്യങ്ങളിലെ സംരക്ഷണം പോലും, അത് വിയറ്റ്നാം ആയാലും ഭാഗികമായിട്ട് തായ്വാനായാലും നല്ല രീതിയിൽ ഇന്തോനേഷ്യയാണെങ്കിലും കുറേയൊക്കെ മലേഷ്യ ആണെങ്കിലും മൊറീഷ്യസ് ആണെങ്കിലും മാലിദ്വീപ് ആണെങ്കിലും ഇപ്പുറത്ത് കടന്നാൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ഭാഗികമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഭാരതത്തിൻ്റെ ധന്യമായിട്ടുള്ള ആ നേട്ടത്തിൽ സഹവർത്തിച്ചും സഹകരിച്ചും നിലനിൽക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഉയരുന്നു. ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാരതം ഏറ്റെടുത്ത ചബാർ പോർട്ട് തുറമുഖത്തിൻ്റെ പ്രവർത്തനം സൈലന്റായിട്ട് ആരംഭിച്ചു. അത് വയലന്റായിട്ട് നടത്തി. അത് ഈ ആഴ്ച ആ തുറമുഖം തന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിപ്പ് ഉണ്ടായിരുന്നു. അത് എത്ര കാലം എടുക്കും അങ്ങനെ ഒരു തുറമുഖം ഉണ്ടാക്കാനെന്ന് സംശയം തോന്നിയവർക്ക് ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെന്ന് അത് ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ട് വന്ന് മാസങ്ങൾ കൊണ്ടൊരു തുറമുഖം തന്നെ തീർക്കാനുള്ള കഴിവ് ഭാരതത്തിനുണ്ടായി. അതിനവിടത്തെ രാഷ്ട്രപതി പറഞ്ഞത് മോഡി മാജിക് എന്ന വാക്കാണ്. മോഡിയുടെ മാജിക് എന്ന വാക്കിലൂടെയാണ് അദ്ദേഹം അതിനെ അഭിനന്ദിച്ചത്. ധന്യമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതം തല ഉയർത്തി നിൽക്കുന്ന ആ അനുഭവ സമ്പത്ത് നമുക്ക് അഭിമാനത്തോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ, നമുക്ക് ചിന്തിക്കാനും ഭാരതീയനായതിൽ അഭിമാനിക്കാനും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.